ഹിജാബ് ശരിയായി ധരിച്ചില്ല എന്ന് ആരോപിച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊലപ്പെടുത്തിയ 22 വയസ്സുകാരി മൗസ അമിനിയെ പിന്തുണച്ചാരംഭിച്ച സമരമാണ് ഇറാനിൽ 4ാം ആഴ്ചയിലേക്ക് കടന്നിരിക്കുന്നത്. സമരം സ്കൂളുകളിലേക്ക് പടർന്നതോടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സർക്കാർ അടച്ചുപൂട്ടി. വിദ്യാർത്ഥികളെ ഇറാനിൽ വ്യാപകമായി ജയിലിലടയ്ക്കുകയാണ്. ഇതുവരെ കൊല്ലപ്പെട്ട 200ഓളം പേരിൽ 20ഓളം പേർ കുഞ്ഞുങ്ങളാണ്. മതാന്ധത അടിച്ചേൽപ്പിച്ച ബാലിശമായ മേൽമൂടികൾ ഉരിഞ്ഞെറിയേണ്ട കാലം അതിക്രമിച്ചെന്ന് ഇറാനിലെ സ്ത്രീകൾ വ്യക്തമായി തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിരിക്കുന്നു. കാലം മാറിയതനുസരിച്ച് പരിഷ്കൃതമാകേണ്ട സമൂഹങ്ങളിൽ ചിലയിടത്തും ഇന്നും ബലാത്കാരത്തോടെ വ്യാപരിക്കുന്ന മതനിയമങ്ങൾ 6ാം നൂറ്റാണ്ടിന്റെ അപരിഷ്കൃതിയിലേക്കും പ്രാകൃതമായ ജീവിത ചുറ്റുപാടുകളിലേക്കും അധോഗതിയിലേക്കുമാണ് തങ്ങളെ നയിക്കുന്നതെന്ന യാഥാർത്ഥ്യം ഇറാനിലെ മുസ്ലിം സ്ത്രീകൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഇറാനിലെ സ്ത്രീ സ്വാതന്ത്ര്യത്തിനായുള്ള അതിരൂക്ഷമായ പ്രതിഷേധങ്ങളും കലാപങ്ങളും അടിച്ചമർത്തലുകളും ശക്തമായി തുടരുമ്പോഴും ലോകം മുഴുവൻ സ്ത്രീകളുടെ ആ സമരത്തെ ഏറ്റെടുത്തു കഴിഞ്ഞിട്ടും നമ്മുടെ കേരളത്തിൽ നവോത്ഥാന വീരവാദവും പുരോഗമന ഇൻഡാസുകളും പറയുന്ന ഇടതുപക്ഷമോ വലതുപക്ഷമോ അങ്ങനെ ഒരു സംഭവം ലോകത്ത് നടക്കുന്നതായി അറിഞ്ഞ ഭാവം പോലും നടിക്കുന്നില്ല. കേരളത്തിലെ ഇടതു വലത് മുന്നണികളുടെ നവോത്ഥാന തള്ളുകൾ വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യമാക്കി നടത്തുന്ന അന്തസ്സില്ലാത്ത മൂന്നാംകിട വിലപേശൽ രാഷ്ട്രീയമായി മാത്രം ചുരുങ്ങിയിരിക്കുന്നു. പാലസ്തീനിൽ സദാ സമാധാനം പുലരണമെന്ന് നാഴികയ്ക്ക് 40 വട്ടവും ശബ്ദിക്കുന്നവരും അവിടെ ഏറുപടക്കം പൊട്ടിയാൽ പോലും അന്തിചർച്ചകൾ സംഘടിപ്പിക്കുന്ന പല മുഖ്യധാര മാധ്യമങ്ങളും ഇന്നുവരെ ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ല എന്നത് എത്രയോ ശോചനീയമാണ്. മതാധിഷ്ഠിത രാഷ്ട്ര നിർമ്മിതിക്ക് ശടിക്കുന്നവരുടെ കയ്യിൽ നിന്ന് കനത്ത നിരതദ്രവ്യം വാങ്ങിയാണോ ഇവർ മാധ്യമ പ്രവർത്തനം നടത്തുന്നത് എന്ന് സംശയിക്കുമാറ് അവർക്ക് താല്പര്യമുള്ളത് മാത്രം ചർച്ച ചെയ്യുന്ന അവസ്ഥയിലേക്ക് കേരളത്തിലെ ചില മാധ്യമങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നു. ഇന്ന് മരണവ്യാപാരി ബില്ലാദിന് വേണ്ടി കവിത എഴുതിയവരും നവോത്ഥാനവും പുരോഗമനവും മൂത്ത് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിവിടാൻ തെരുവുകളിൽ മതിൽ പണിത മഹിളകളുമെല്ലാം ഇറാനിലെ ഹിജാബ് പ്രക്ഷോഭത്തെ കാണാതെ ആലസ്യത്തിലാണ്. മതാന്ധകാരത്തിൽ നിന്ന് പരിഷ്കൃത വെളിച്ചത്തിലേക്ക് ഓടിയെടുക്കുവാൻ ഇറാനിലെ വനിതകൾ തുടങ്ങിവെച്ച പ്രക്ഷോഭങ്ങൾക്ക് കേരളത്തിൽ നിന്ന് പിന്തുണയ്ക്കാൻ ആർക്കും ധൈര്യമില്ല എന്ന് ചുരുക്കം. ഇറാനിൽ മുഴങ്ങിക്കേൾക്കുന്നത് കാലം കാത്തുവെച്ച സ്ത്രീ മുന്നേറ്റത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും പടഹധ്വനിയാണ്. ഇവരൊന്നും പിന്തുണച്ചില്ലെങ്കിലും അത് മതജീർണതകളുടെ തായ്വേരുകളെ കടപുഴുക്കി എറിയുമെന്നത് സത്യം തന്നെ.